ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള 28 വയസ്സുള്ള 3 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയായിരുന്ന ഒരു യുവതിയുമായിട്ട് ഈ യുവതിയുടെ വീടിനടുത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന വിനോദ് അടുപ്പത്തിലായത്. ഈ യുവതി പുറത്ത് മറ്റു പല ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് പോകുമ്പോൾ വിനോദിന്റെ ഓട്ടോയാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ഓട്ടോയിൽ കയറിയുള്ള ഒരു പരിചയമുണ്ടായിരുന്നു, ഒരു സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം മുതലെടുത്തുകൊണ്ടായിരുന്നു ആ യുവതിയെ വിനോദ് അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഈ സംഭവം, ഈ യുവതി നേരിട്ട അതിക്രൂരമായിട്ടുള്ള പീഡനം ഇന്നലെ യുവതി 24-ലൂടെ തുറന്നു പറഞ്ഞിരുന്നു. അത് വാർത്തയായതിന് പിന്നാലെയാണ് പോലീസ് ഊർജിതമായിട്ട് ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 2 ദിവസം മുമ്പ് ഈ 28 വയസ്സുകാരിയായിട്ടുള്ള യുവതി അടൂർ പോലീസ് സ്റ്റേഷനിൽ നേരിടെത്തി പരാതി നൽകുകയും മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പോലീസ് കേസെടുത്തിരുന്നെങ്കിലും ആ ദിവസം ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രതി മറ്റെവിടെയും മുങ്ങുകയോ കാര്യമൊന്നും ചെയ്തിരുന്നില്ല. ഈ പ്രതിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. ഈ യുവതി പരാതി കൊടുത്തിരുന്നതൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തിയില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും നമ്മൾ വാർത്ത കൊടുത്തതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടി അടൂർ പോലീസ് ഈ പ്രതി വിനോദിനെ പിടികൂടിയിട്ടുണ്ട്. വളരെ വിശദമായിട്ട് ഈ പ്രതിയെ ചോദ്യം ചെയ്തു എന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. ഈ 15-ാം തീയതി ആദ്യം ഈ പെൺകുട്ടിയെ അതിൽ ക്രൂര ബലാത്സംഗം മാത്രമല്ല, അത് കഴിഞ്ഞ് നഗ്നചിത്രം എടുത്തുവെക്കൽ, അത് കാണിച്ച് ഭീഷണിപ്പെടുത്തൽ, വധഭീഷണി, അങ്ങനെ ഗുരുതരമായ മറ്റ് ആരോപണങ്ങൾ, ബലാത്സംഗത്തിനൊപ്പം അതിനോടൊപ്പം തന്നെ മനുഷ്യരഹിതമായ മറ്റ് ആരോപണങ്ങൾ കൂടി പെൺകുട്ടി എന്നുള്ള ഷിജോയോട് ഉന്നയിച്ചിരുന്നു അല്ലേ? അതെ ഹാഷ്മി, അതായത് ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള വിനോദുമായിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം മുതലെടുത്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇയാളെ വിശ്വസിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഇയാളുടെ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്ന് ഈ ജ്യൂസ് നൽകി മയക്കി കിടത്തിയതിനു ശേഷം അവരെ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ എടുത്തു കാണിച്ച് പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തി പല സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഇയാളുടെ ഭീഷണിയൊക്കെ ഭയന്നുകൊണ്ട് ഈ പെൺകുട്ടി പലതവണ ഇയാളുടെ കൂടി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം അടക്കം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഇതാരോടും പറയാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഒടുവിൽ ഇയാൾ പിന്മാറിയ ഒരു ഘട്ടത്തിലാണ് ഈ വിനോദിന്റെ ഭാര്യയോട് ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെ ഇതിൽ പ്രകോപിതനായിട്ടുള്ള ഈ വിനോദ് ഈ പെൺകുട്ടിയെ നടു റോഡിൽ വെച്ച് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും പിന്നീട് നാട്ടുകാർ കണ്ടതോടുകൂടി ടാങ്കർ ലോറിയിൽ വിളിച്ചു കയറ്റി മറ്റ് പല സ്ഥലത്ത് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വടശ്ശേരിക്കരയിലും റാന്നിയിലും പത്തനംതിട്ടയിലും നഗരപ്രദേശത്തും ഒക്കെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി പല സ്ഥലത്ത് വെച്ച് ക്രൂരമായിട്ട് ഈ പെൺകുട്ടിയെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് സഹിക്ക വയ്യാതെയാണ് ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയെ തുറന്നുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ നിലവിൽ പ്രതി വിനോദിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. അതിന് മുന്നോടിയായിട്ട് ഈ പ്രതിയുമായിട്ട് തെളിവെടുപ്പ് നടത്തുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അതിജീവിതയുടെ വീട്ടിൽ, അതുപോലെ തന്നെ ഈ പ്രതിയുടെ വീട്ടിൽ, ഇവർ സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെ ഈ പ്രതിയുമായിട്ട് തെളിവെടുപ്പ് നടത്തുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് പോലീസ് ഊർജിതമായിട്ട് ഇത് കേസ് അന്വേഷിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്.